കൂട്ടുകാരെ, നിങ്ങൾക്കറിയുമോ ആരാണ് ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതെന്ന്? എല്ലാവരും വിചാരിക്കുക അത് യൂറോപ്പിലായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ എല്ലാവരും വിചാരിക്കുക ഒരു യങ് ബോയ് ആണ് ആദ്യ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് എന്നായിരിക്കും. എന്നാൽ നിങ്ങൾക്കറിയുമോ, ശരിക്കും ലോകത്തെ ആദ്യ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് മൊറോക്കോക്കാരിയായ ഒരു മുസ്ലിം യങ് വുമൺ ആണെന്ന്. അവരുടെ പേരാണ് ഫാത്തിമ അൽ ഫെഹ്റി. അവൾ ജനിച്ചത് AD 800-ൽ തുനീഷ്യയിലുള്ള ഹൈർവാനിലായിരുന്നു. അവളുടെ പിതാവ് വലിയ ധനികനായിരുന്നു. ഫാത്തിമ അൽ ഫെഹ്റി ചെറിയ കുട്ടിയായപ്പോൾ അവളുടെ പിതാവിന് അവളും അവളുടെ സഹോദരിയും സഹോദരനും ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് അവർ മൊറോക്കോയിലേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ചു. ആ സമയത്തുള്ള ഏറ്റവും വികസിത നഗരമായിരുന്നു മൊറോക്കോ. ഫാത്തിമ അൽ ഫെഹ്റി അവിടെ നിന്ന് നല്ല വിദ്യാഭ്യാസം നേടുകയും വളരെ ധനികനായ ഒരു യുവാവുമായി വിവാഹം കഴിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെയായിരുന്നു മുന്നോട്ട് പോയത്. പക്ഷേ അതിനിടയിൽ ഒരിക്കൽ അവരുടെ സഹോദരനും പിതാവും ഭർത്താവും മരണപ്പെട്ടുപോയി. ഇതിലൂടെ ഫാത്തിമയും അവരുടെ സഹോദരിയും വലിയ അളവിലുള്ള സമ്പത്തിന് ഉടമകളായി തീർന്നു. ജീവിതം കരഞ്ഞു തീർക്കുന്നതിന് പകരം അവർ ഒരു കാര്യം തീരുമാനിച്ചു. കയ്യിലുള്ള പണം ചിലവഴിച്ചുകൊണ്ട് അവരുടെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാമെന്ന് അവർ കരുതി. അതുവഴി അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കാമെന്നാണ് അവർ ചിന്തിച്ചത്. അങ്ങനെ അവരുടെ ആ നഗരത്തിൽ മുസ്ലിങ്ങൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരുന്നു. ശേഷം ഫാത്തിമ അൽ ഫെഹ്റിയും സഹോദരിയും അൽ അന്തലൂസ് മസ്ജിദ് നിർമ്മിച്ചു. എന്നാൽ ഫാത്തിമ അൽ ഫെഹ്റിയുടെ മനസ്സിൽ മറ്റ് ചില പദ്ധതികളും ഉണ്ടായിരുന്നു. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സെന്റർ കൂടി നിർമ്മിക്കാനായിരുന്നു അവരുടെ പദ്ധതി. അതിലൂടെ ഉയർന്ന വിദ്യാഭ്യാസം പകർന്ന് കൊടുക്കാൻ കഴിയുക എന്നതായിരുന്നു ഉദ്ദേശ്യം. ഇങ്ങനെയാണ് ഫാത്തിമ അൽ ഫെഹ്റി ലോകത്ത് ആദ്യ യൂണിവേഴ്സിറ്റിയുടെ ആശയവുമായി രംഗത്ത് വന്നത്. അവർ അതിനെ അവരുടെ മാതൃദേശത്തിന്റെ പേര് നൽകി വിളിച്ചു, ഖറവീൻ മോസ്ക് ആൻഡ് യൂണിവേഴ്സിറ്റി. അങ്ങനെ റമദാൻ 859-ൽ ആദ്യ യൂണിവേഴ്സിറ്റിയുടെ നിർമ്മാണം തുടങ്ങി. ഒരു സ്ത്രീ എന്ന നിലക്ക് ഈ മഹത്തായ പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് അവർക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഫാത്തിമ അൽ ഫെഹ്റി വളരെ ഭക്തിയും അള്ളാഹുവോട് നന്ദിയുമുള്ള സ്ത്രീയായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഓരോ ദിവസവും നോമ്പെടുക്കാൻ അവർ തീരുമാനിച്ചു. 2 വർഷത്തെ കഠിനോദ്ധാനത്തിനു ശേഷം 861-ലെ ലോകത്തെ ആദ്യ യൂണിവേഴ്സിറ്റിയുടെ നിർമ്മാണം പൂർത്തിയായി. ഫാത്തിമ അൽ ഫെഹ്റി ഖറവീൻ പള്ളിയിൽ ഇരുന്നു കൊണ്ട് തന്റെ യൂണിവേഴ്സിറ്റിയെയും പള്ളിയെയും അനുഗ്രഹിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. യൂണിവേഴ്സിറ്റിയും പള്ളിയും വൻ വിജയമായിരുന്നു. അതിന്റെ വിപുലീകരണത്തിന് കൂടുതൽ ആളുകൾ സാമ്പത്തിക സഹായങ്ങളുമായി മുന്നോട്ട് വന്നു. ഖറവീൻ യൂണിവേഴ്സിറ്റി വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തമായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ജൂയിഷ് ഫിലോസഫർ മോസസ് ബിൻ മൈമോൻ. ക്രിസ്ത്യൻ പോപ്പ് സിലിസ്റ്റർ രണ്ടാമൻ ഉന്നത പഠനത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. ഖറവീൻ യൂണിവേഴ്സിറ്റി യൂറോപ്പിനെയും മുസ്ലിം ലോകത്തെയും ബന്ധിപ്പിക്കുന്നതായിരുന്നു.
ഇസ്ലാം സ്ത്രീകളെ ഏറ്റവും ഉന്നത രീതിയിൽ പരിഗണിക്കുന്നു എന്നതിൻ്റെ വലിയ തെളിവാണ് ഫാത്തിമ അൽ ഫിഹ്റിയും അവരുടെ യൂണിവേഴ്സിറ്റിയും. സ്ത്രീക്കും പുരുഷനും തുല്യ പരിഗണനയാണ് നൽകേണ്ടതെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഫാത്തിമ അൽ ഫിഹ്റി നമുക്ക് കാണിച്ചു തരുന്നത് വളരെ അച്ചടക്കത്തോടും നമ്മുടെ എല്ലാ മതചിട്ടകളോടും കൂടി തന്നെ ഉയർന്ന വിദ്യാഭ്യാസവും വലിയ ലക്ഷ്യങ്ങളും നേടാൻ സാധിക്കുമെന്നാണ്. മുസ്ലിം ആണ് എന്നതിൽ നിങ്ങൾ അഭിമാനിക്കുക. ഖുർആനിൽ അല്ലാഹു ആദ്യം തന്നെ പുരുഷനോടും സ്ത്രീയോടും വിദ്യ അഭ്യസിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. ശരിയായ വിദ്യാഭ്യാസമുള്ള ആളുകളെ കൊണ്ട് നമുക്ക് നല്ലൊരു ലോകം സൃഷ്ടിക്കാൻ കഴിയും. ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം മുതൽ ഇന്നുവരെ ഖർവീൻ യൂണിവേഴ്സിറ്റി തലയുയർത്തി നിൽക്കുന്നു. ഫാത്തിമ അൽ ഫിഹ്റിയുടെ ആദ്യ യൂണിവേഴ്സിറ്റിയിലൂടെ പുതിയൊരു ലോകം തന്നെ എന്നേക്കുമായി പടുത്തുയർത്തപ്പെട്ടു. പ്രിയ കൂട്ടുകാരെ, ഇനി നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി കാണുകയാണെങ്കിൽ നാം നമ്മുടെ സഹോദരി ഫാത്തിമ അൽ ഫിഹ്റിയെ ഓർക്കുക. അല്ലാഹു അവർക്ക് സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.